السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور، والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، يا عباد الله، أوصيكم بنفسي أولا بتقوى الله، كما قال الله تعالى في قرآنه المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഒഴിവാകാതെ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. വിശ്വാസികൾ, ആധുനിക കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യേണ്ട ഓരോ മനുഷ്യരും ഓരോ വിശ്വാസികളും ഒരുപാട് തവണ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി നാം ഇന്ന് തുറന്നു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും തന്നെ ഇത്തരം വിഷയങ്ങൾ, പരലോകം, മരണം, മരണാനന്തര ജീവിതം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടുകളിലും പരിസരങ്ങളിലും ഒക്കെ 4-5 ദിവസത്തെ മതപ്രഭാഷണ പരമ്പരകളായി നടത്താറുണ്ട്. അന്നൊക്കെ അത് സുലഭമായി 4 ദിവസത്തെ പ്രഭാഷണം നടത്തുകയാണെങ്കിൽ അവിടെ ഒന്നാമത് തൗഹീദും പിന്നെ ആഖിറത്തും ഉണ്ടാകും. പക്ഷെ ഇനി എന്തോ വളർന്നു വരുന്ന തലമുറക്ക് ഇതൊരു പഴഞ്ചനായി തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് നാം ഭയക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഒരു പഴയ വിഷയമായില്ലേ, പുതിയ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ എന്ന നിലയ്ക്ക് മനസ്സുകൾ മാറും. ഇവിടെ കൃത്യമായി നാം ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവയിൽ കൂടുതലായി ഇറങ്ങിയ ആയത്തുകൾ ഏത് വിഷയത്തിലായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളിൽ ഉണ്ടായിരുന്ന 2 തെറ്റായ ധാരണകൾ, 2 തെറ്റായ വിശ്വാസങ്ങളെ തിരുത്തുവാനും അവരുടെ തെറ്റായ വിശ്വാസത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാനുമാണ് ബഹുഭൂരിഭാഗം ആയത്തുകളും അവതരിച്ചിട്ടുള്ളത്. അന്ന് കാലഘട്ടത്തിൽ പ്രധാനമായും 2 വിഷയത്തിലായിരുന്നു അവർക്ക് തെറ്റായ ധാരണയും തെറ്റായ വിശ്വാസവും ഉണ്ടായിരുന്നു. ഒന്ന് അല്ലാഹുവിനെ കുറിച്ചായിരുന്നു, രണ്ടാമത് മരണാനന്തര ജീവിതത്തെ കുറിച്ചായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഇനിയൊരു ജീവിതമില്ല, മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്ന വാദമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ ഓരോ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക, അല്ലാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, ഈ കാര്യങ്ങളിലാണ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ സമൂഹം വളർന്നു വന്നതും അവർ നന്നായതും നല്ല മാർഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ, അവർക്ക് പ്രചോദനമേകിയ ഒരു വിഷയമാണ്, വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത ഈ വിഷയം. അതുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വളർന്നു വരുന്ന മക്കൾക്ക് ഈ വിഷയങ്ങൾ കേൾക്കുന്നില്ല. പണ്ടുള്ള കാരണവന്മാരൊക്കെ ഇതേപോലുള്ള വാദ പരമ്പരകളിൽ നിന്ന് പരലോകം എന്ന വിഷയത്തിൽ അവർക്ക് ധാരാളം പ്രഭാഷണങ്ങളും അത്തരത്തിലുള്ള പഴയകാല നമ്മുടെ പണ്ഡിതന്മാരുടെയും ഉസ്താദുമാരുടെയും വാദങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കേട്ട് അവർ വളർന്നിരുന്നു. പക്ഷെ ഇന്ന് വളരുന്ന തലമുറ ഇത്തരം വിഷയങ്ങൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം നാം ഓരോരുത്തരും കാര്യമായി പഠിക്കുകയും കാര്യമായി
കൃത്യമായി ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സന്നദ്ധരാകുകയും ചെയ്യേണ്ടതുണ്ട്. ഇതൊരു തുടർച്ചയായ ക്ലാസ്സാണ്. എല്ലാ മാസവും ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് തുടർച്ചയായി ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി നമുക്ക് ഈ പരലോകം എന്ന വിഷയത്തിൽ കൃത്യമായ ഒരു അവഗാഹവും കൃത്യമായ ഒരു ബോധവും അതിലൂടെ നമ്മുടെ ജീവിതത്തിനൊരു മെച്ചം ഇഹത്തിലും പരത്തിലും നന്മ നിറഞ്ഞ സുഖവാസത്തിന്റെ നല്ലൊരു ജീവിതം നേടിയെടുക്കുക എന്ന ആത്മാർത്ഥമായ ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഈ പ്രഭാഷണം നിങ്ങൾ ഓരോരുത്തരും കേൾക്കേണ്ടത്. യൗമുൽ ആഖിർ എന്ന ആ പദം നമ്മളൊക്കെ പരലോകം എന്നതിൻ്റെ അറബി പദം ഒരുപാട് തവണ കേട്ടതാണ്. അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥവും അതേപോലെ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയങ്ങളും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഉണർത്തുന്നു എന്ന് മാത്രം. അതായത് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയടക്കമുള്ള സർവചരാചരങ്ങൾ അതിൻ്റെ സമ്പൂർണമായ നാശം മാത്രവുമല്ല നമ്മുടെ ഈ ജീവിതത്തിന്റെ അവസാനത്തെയും സൂചിപ്പിക്കുന്ന പദമാണ് യൗമുൽ ആഖിർ. അതേപോലെ തന്നെ അതിനോട് ചേർന്ന് വായിക്കേണ്ട മറ്റൊരു ആശയമാണ് മറ്റൊരു ലോകത്തിന്റെ. നാം പറഞ്ഞത് ഇവിടെ ഒന്നാമത് മനസ്സിലാക്കിയത് ഈ ലോകത്തിന്റെ അവസാനവും ഈ ജീവിതത്തിന്റെ അവസാനവും എന്ന ആശയമാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഈ ലോകത്തിന്റെ അവസാനത്തോടൊപ്പം തന്നെ നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ സത്യത്തിന്റെ ജീവിതം, അനശ്വരമായ ശാന്തിയുടെ, അല്ലെങ്കിൽ ഇവിടുത്തെ അമലുകൾക്കനുസരിച്ച് അവർ അനുഭവിക്കുന്ന സ്ഥിരവാസമായിട്ടുള്ള നരകത്തിന്റെ സങ്കേതത്തിൽ കൊടും ക്രൂരതകളും കൊടും ശിക്ഷകളും അനുഭവിച്ചുള്ള ഒരു ജീവിതം. അപ്പൊ ഈ ജീവിതം അവസാനിക്കുന്നതോടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു, പരലോകം. അത് നമ്മളുടെ കൃത്യമായി ആദ്യമായി നാം പരലോകം എന്ന വിഷയം പഠിച്ചു തുടങ്ങുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു വിഷയം നാം മരിക്കുമെന്നും മരണാനന്തര ജീവിതത്തിൽ സുഖവും ദുഃഖങ്ങളും അടങ്ങിയ ഒരു ജീവിതം മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുമുള്ള ഈ വിശ്വാസം ഓരോ വിശ്വാസികളുടെയും മനസ്സിന്റെ ഉള്ളിൽ കൊള്ളേണ്ട ഈമാനാണ്. അത് നിർബന്ധമാണ്. ഇതിലുള്ള ഈമാൻ, പരലോകത്തിലുള്ള ഈമാൻ എന്നത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളേണ്ട ഒരു വിശ്വാസമാണ്. എപ്പോൾ ഈ വിശ്വാസം വിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോവുകയും മറന്നു പോവുകയും ചെയ്യുന്നുവോ അവിടെ അവരിൽ ബാധിക്കുന്ന വലിയൊരു ആപത്താണ് എന്ത്? പാപങ്ങൾ അധികരിക്കും, പാപങ്ങൾ കൂടുതലായി ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ അല്ലാഹുവിനോടുള്ള ഇബാദത്തുകളിൽ മടി അവർക്ക് പിടിപെടും. ഈ ലോകത്ത് എത്ര തന്നെ കിട്ടിയാലും മതി വരാത്തൊരു മനസ്സ്, ആർത്തി പൂണ്ട മനസ്സ് ഇത്തരത്തിലുള്ള ആളുകളിലാണ് ഉണ്ടാവുക. ഞാൻ മരിക്കും, മരണത്തിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ട് എന്ന ചിന്തയിൽ നമ്മളുടെ തലച്ചോറിനെ നിറയ്ക്കേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്കൊരു നല്ല ജീവിതം ഇഹത്തിലും പരത്തിലും നേടിയെടുക്കാൻ കഴിയുക എന്ന് വിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഒരാൾ ഇഹത്തിലും പരത്തിലും ഒരാൾ നന്മ നിറഞ്ഞ് നല്ല ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കൂടുതലായി ആലോചിക്കേണ്ട, അവൻ ഓർമ്മിക്കേണ്ട ഒരു വിഷയമാണ് ഏത്? ഞാൻ മരിക്കും, ഈ ജീവിതം എനിക്ക് അവസാനിക്കും. ഈ ഒരു ധാരണ, ഈ ഒരു ഉറച്ച ബോധം നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിരന്തരമായി നാം കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്കൊരു നല്ല ഒരു ജീവിതം ഇഹത്തിലും പരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ മരണം എന്ന ആ ചിന്ത, ഞാൻ മരിക്കുമെന്ന ചിന്ത നിരന്തരമായി കൊണ്ടുവരുന്ന ഒരാളാണത്രേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. ഞാൻ പറയുന്നതല്ല, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്. നമ്മളൊക്കെ ബുദ്ധിയുള്ളവർ, ബുദ്ധിമാന്മാർ. എന്നാൽ
ആ അർത്ഥം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന അത്തരത്തിൽ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള സാഹിത്യകാരന്മാർ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് ഉദ്ധരിച്ചു തരുന്ന ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഒരാൾ വന്നിട്ട് ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അക്കിയാസ്, പ്രവാചകരെ മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ ആരാണ്? അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു, ഖാല അക്സറുഹും ലിൽ മൗതി ദിക്റൻ വഅശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു ഉലൈക ഹുമുൽ അക്കിയാസ്. പ്രവാചകൻ പഠിപ്പിക്കുന്നു ആരാ ബുദ്ധിയുള്ളവർ, ആരാ? അക്സറുഹും ലിൽ മൗതി ദിക്റൻ, മരണത്തെ തന്റെ ഈ ലോക ജീവിതത്തിന്റെ അവസാനത്തെ ധാരാളമായി ഓർക്കുന്നവർ, ഓർക്കുക മാത്രമല്ല, അതിനെപ്പറ്റി ചിന്തിക്കുക മാത്രമല്ല, അതിനുവേണ്ടി കഠിനമായി തയ്യാറെടുപ്പുകൾ നടത്തുന്നവരാണ് അവരാണ് ബുദ്ധിയുള്ളവർ എന്ന് പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഞാനും നിങ്ങളും ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഈ ഗുണത്തിലേക്ക്, ഈ ഗുണനിലവാരത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നബി പറഞ്ഞ ഈ ഗുണത്തിന്റെ അനുയായികളാകണമെങ്കിൽ നബി പറഞ്ഞ പോലെ ചിന്തിക്കുന്നവരാകും. നബി പറഞ്ഞ പോലെയാണോ ഞാൻ നിങ്ങൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നമ്മുടെ ചിന്തകളിൽ മുഴുക്കെ മുസ്ലിം സമുദായം അടക്കം, മുഅ്മിനീങ്ങളടക്കം പലരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ഹദീസിന് എതിരായിട്ടുള്ള ചിന്തകളാണ് അധികവും ഉള്ളത്, അല്ലേ? ഭൗതികമായ സുഖാഡംബരം, സമ്പത്ത്, ധനസമ്പാദനം, വീട് നിർമ്മാണം, തോട്ടം, കച്ചവടം, കുടുംബം, ഇങ്ങനെ തുടങ്ങി ഈ ലോകത്തുള്ള സുഖവാസമാണ് എപ്പോഴും തന്നെ ഇന്ന് നമ്മുടെ തലച്ചോറിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ ഏത് പദത്തിലൂടെയാണ് ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിക്കണോ അതല്ല വിഡ്ഢികൾ എന്ന് വിശേഷിപ്പിക്കണോ? കാരണം എന്താ? ഞാൻ എന്നെ പറയാനുള്ള കാരണം ആരെയും വേദനിപ്പിക്കാനല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഒരു സ്വഭാവം വിശദീകരിക്കുന്നുണ്ട്, പ്രകൃതിപരമായ ഒരു സ്വഭാവം. എന്താ? മനുഷ്യന് ഈ ലോകത്തുള്ള ഭൗതിക വസ്തുക്കളോടാണ് അത്ര കൂടുതൽ ഇഷ്ടം, അല്ലെ? സൂറത്ത് ആലി ഇമ്രാനിലും അതേപോലെ തന്നെ സൂറത്ത് തൗബയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് കൂടുതൽ പ്രിയപ്പെട്ട വസ്തുക്കൾ എണ്ണി പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ കുടുംബമുണ്ട്. നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖദ്ദറതി മിനൽ ദഹരി വൽ ഫിദ്ദ വഖൈലിൽ മുസവ്വമ വൽ അൻആം വൽ ഹർബ് ذلك متاع الحياة الدنيا والله عنده حسن المآب. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എണ്ണി പറയുന്നു, സ്ത്രീകൾ, അതേപോലെ തന്നെ അവരുടെ കുട്ടികൾ, കൂമ്പാരമായി കൂട്ടിയ സ്വർണം, വെള്ളി, മേത്തരം, കുതിരകൾ, കന്നുകാലികൾ, കൃഷിയിടം, ഇവയോടുള്ള പ്രിയപ്പെട്ട ഇഷ്ട വസ്തുക്കളോടുള്ള പ്രിയം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. എന്താ പറയുന്നത്? ദാലിക മതഉൽ ഹയാത്തി ദുനിയ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ദുനിയാവിന്റെ വിഭവങ്ങളാണ്, ഇവിടത്തെ വിഭവങ്ങളാണ്. ഈ വിഭവങ്ങളെയാണ് മനുഷ്യൻ കൂടുതൽ പ്രേമിക്കുന്നത്. ഹുബ്ബു ഷഹവാത്ത് എന്നാ പറഞ്ഞത്. ഹുബ്ബു ഷഹവാത്ത്, നമ്മുടെ ഇച്ഛകളുടെ ഇഷ്ടം ഇതാ. നമ്മുടെ കുടുംബം, ഇവിടത്തെ കച്ചവടം, ഇവിടെ സമ്പത്തുണ്ടാക്കണം, ഇവിടെ കൊട്ടാരം ഉണ്ടാക്കണം, ഇവിടെ മണിമേട ഉണ്ടാക്കണം എന്നീ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം. പക്ഷെ അല്ലാഹു അവിടെ തിരുത്തുകയാണ്. എന്താ പറഞ്ഞത്? വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. മനുഷ്യന്മാർ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നു. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. ഇത് ദുനിയാവിന്റെ വിഭവങ്ങളാണ്.
പക്ഷേ അള്ളാഹുവിന്റെ അടുക്കലാണ് മടങ്ങി ചെല്ലാവുന്ന ഏറ്റവും നല്ല സങ്കേതം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിനേക്കാളും സുഖകരം, നിത്യ ആനന്ദത്തിന്റെ, നിത്യ അനുഭൂതിയുടെ, പുതിയ അനുഭൂതിയുടെ, വലിയൊരു സൗഖ്യത്തിന്റെ ഒരു ജീവിതം അള്ളാഹുവിന്റെ അടുക്കല, മരിച്ചു പോകണം അങ്ങ് പരലോകത്തിൽ. അതാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്ന സൂചനയാണ് ഇവിടെ നൽകുന്നത്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വിശുദ്ധ ഖുർആനിൽ എഴുതി പറഞ്ഞിട്ടുള്ള ഭൗതിക വിഭവങ്ങൾ ഓരോന്നും നൈമിഷികങ്ങളാണ്, ചുരുങ്ങിയതാണ്, ചുരുങ്ങിയ കാലഘട്ടത്തിന് മാത്രമുള്ളതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോഴും അതിന്റെ പിന്നാലെയാണ്. എങ്ങനെയെങ്കിലും ആരെങ്കിലൊക്കെ പറ്റിച്ചാൻ വേണ്ടില്ല, കുറച്ച് കാശുണ്ടാക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം, സുഖിക്കണം എന്നതാണ്. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ് ചേർത്ത് വായിക്കുക. നമ്മൾ ബുദ്ധിമാന്മാരാണോ അതോ വെട്ടികളുടെ ലോകത്താണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസും കൂടിയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? അക്തിറു ദിക്റ ഹാദിമുൽ ലദ്ദാത്ത് അൽ മൗത്ത്. ആലോചിക്കണം ഭൗതിക വിഭവങ്ങൾ എങ്ങനെ എഴുതി പറഞ്ഞു ഖുർആൻ. മനുഷ്യന്മാരുടെ ഹുബ്ബ് ശഹവാത്ത്, മനസ്സിന്റെ ഇച്ഛകൾ, ഈ പറഞ്ഞ കുട്ടികളും കുടുംബവും കച്ചവടവും സമ്പത്തും ഇവയോടാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു അവിടെ തന്നെ പറഞ്ഞു നൈമിഷികമാണ്, ചുരുങ്ങിയ കാലഘട്ടത്തിൽ മാത്രമാണ്. നബി അവിടെ വീണ്ടും സ്ഥിരീകരിക്കുന്നു, മനുഷ്യനെ നിങ്ങൾ കൂടുതലായി ഓർക്കണം. ഈ ലോകത്ത് നമ്മൾ കൂടുതൽ ഓർക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. എന്ത്? ലദ്ദാത്തുകളെ നശിപ്പിച്ചു കളയുന്ന മരണത്തെ എന്നാ പറഞ്ഞത്. എന്താ ലദ്ദാത്ത് എന്ന് പറഞ്ഞ? സന്തോഷങ്ങൾ, ആനന്ദം, സുഖം എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞിട്ടുള്ള ഓരോന്നും നമുക്ക് നമ്മുടെ കുടുംബം സന്തോഷമാണ്, നമുക്ക് നമ്മുടെ കുടുംബം ആസ്വാദനമാണ്, മക്കൾ നമുക്ക് കൺകുളിർമയാണ്, വീട് ആശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണ്, നമുക്ക് സന്തോഷമാണ്, കച്ചവടം സമ്പത്തൊക്കെ സന്തോഷമാണ്. ഇവിടെ റസൂൽ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? ഈ സന്തോഷങ്ങൾ മുഴുക്കെ നശിപ്പിച്ചു കളയുന്ന മരണം, അതിന് നിങ്ങൾ ഓർക്കണമെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 3 കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ഒന്ന്, എന്താണ് മരണം എന്ന് അവിടെ പറഞ്ഞു തന്നു. എന്താ മരണം എന്ന് അവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. നമുക്കിവിടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ഒന്നാണ്, നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പാഠം, അതുകൊണ്ട് തന്നെ നശിക്കുന്ന ഈ സുഖത്തിലല്ല നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് നശിക്കാത്ത അനശ്വരമായ സുഖത്തിലായിരിക്കണം നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചനകൾ ആ വിഷയത്തിലാണ്. 3, അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നാം തയ്യാറെടുപ്പ് നടത്തണം, അതിനുവേണ്ടി ഒരുങ്ങണം. അവരാണ് ഈ ലോകത്ത് ജീവിക്കുന്നവരിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ. കാരണം നമ്മളൊന്ന് നമ്മുടെ ചെറിയ ബുദ്ധിയുണ്ടെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ചെറിയ ബുദ്ധിയുണ്ട്. നമ്മുടെ കുറച്ച് പ്രായം ചെന്ന ഒരു മകനെ കടയിലേക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടിയാണ്. അവൻ ആ സാധനം മേടിക്കാൻ വേണ്ടി കുറച്ച് പൈസയും ആ പൈസയ്ക്ക് പോയിട്ട് കിട്ടാവുന്നത് ഏറ്റവും ഡ്യൂപ്ലിക്കേറ്റ് സാധനം, പെട്ടെന്ന് കേടുവരുന്ന ഒരു സാധനം മേടിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന അവൻ നമ്മൾ എന്താ പറയുക? നിങ്ങൾ പറഞ്ഞോളി. അവനെന്ന് പറയും, എടാ മണ്ട, ഇതിനേക്കാളും നല്ല സാധനം അവിടെ ഉണ്ടായിരുന്നില്ലേ, എന്നെ തൊട്ടാടെ അടുത്ത കടയിൽ നോക്കായിരുന്നില്ലേ എന്ന് പറയും. അവിടെ പ്രയോഗിച്ച പദം എടാ മണ്ട. അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം എന്താ? വേറെ നല്ല സാധനം ഉണ്ടാവും, കേടുവന്നത് എന്തിനു വാങ്ങി? ഇതല്ലേ ഞാൻ നിങ്ങളോട് ചെയ്യുന്നത്? അല്ല, നിങ്ങൾ പറഞ്ഞാണ് പരലോകത്തല്ല പറഞ്ഞു നിത്യ ആനന്ദത്തിന്റെ സൗഖ്യം അവിടെയുണ്ട് മനുഷ്യരെ, അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയെന്ന് പറഞ്ഞപ്പോ മനുഷ്യന്മാര് ഈ സുഖത്തെ തെരഞ്ഞെടുത്തു. അപ്പൊ നമ്മളെ എന്ത് പേരിട്ട് വിളിക്കണം നിങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ബുദ്ധിമാന്മാർ എന്ന ഗുണത്തിലേക്ക് ഞാനും നിങ്ങളും ഈ ശബ്ദം കേൾക്കുന്നവരും വളർന്നു വരണം. അല്ലെ? നമ്മൾ ഓരോരുത്തരും ഈ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല.
അത് തെറ്റാണെന്നോ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നോ അതിനുവേണ്ടി പ്രയത്നിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് അവയുമായി നാം ഇടപെടുമ്പോൾ വളരെ ഒരു കരുതൽ വേണം, ഒരു സൂക്ഷ്മത. കാരണം അത് നശിക്കാൻ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യമില്ല. ഓരോ ദിവസം കഴിയും അല്ലേ? ഇന്ന് ദിവസം കഴിഞ്ഞു, സൂര്യൻ അസ്തമിച്ചു, ഇന്ന് രാത്രിയാണ്, നാളെ പകൽ, അങ്ങനെ ഓരോ ദിവസം ഓരോ രാത്രിയും പകലുകളും അങ്ങനെ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അവിടെ നമുക്ക് നഷ്ടമാകുന്നത് എന്താ? ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും ഇങ്ങനെ കഴിഞ്ഞു പോകും. നമ്മൾ ആലോചിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഈ ദുനിയാവിന്റെ പളവളപ്പിൽ സുഖിച്ചു കഴിയേ. പക്ഷേ അവിടെ ഓരോ ദിവസം കഴിയുമ്പോ, ഓരോ മാസം കഴിയുമ്പോ, ഓരോ വർഷം കഴിയുമ്പോ നമുക്ക് വില പിടിച്ച പലതും നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. എന്താ നഷ്ടപ്പെടുന്നത്? നമ്മുടെ ഈ ജീവിതമാണ്, നമ്മുടെ ആയുസ്, നമ്മുടെ സമയം, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സുഖങ്ങൾ എല്ലാം നഷ്ടപ്പെടുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ ചിന്തിക്കാവുന്ന ഒരു പോയിന്റാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. നോക്കുക, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ആദം തഅല്ലാഹു ബി ഖദമി, മനുഷ്യ, നീ നിന്റെ കാൽപാദങ്ങളെ മുന്നോട്ട് വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നിന്റെ ദുനിയാവ് നിനക്ക് നഷ്ടപ്പെടുന്നുണ്ട്, നിന്റെ ലോകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആലോചിക്ക്, നിന്റെ ഖബർ നിന്നിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും പറയുന്നു, ഇബ്നു ആദം ഇന്നമാ അൻത അയ്യാമിൻ ഫകുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദു, മനുഷ്യ, നീ ആലോചിക്ക്, നീ ചിന്തിക്ക്, നിന്റെ ഓരോ ദിവസങ്ങളെ കഴിഞ്ഞു പോകുമ്പോൾ നിന്റെ പല ദിവസങ്ങളും നിനക്ക് നഷ്ടപ്പെടുന്നു. നീ ആലോചിക്ക്. വീണ്ടും പറയുന്നു, എന്താ പറയുന്നത്? ഇബ്നു ആദം ഇന്നക ലം തസൽ ഫീ ഹദ്മി ഉംരിക മുൻദു യൗമി വലദതുക ഉമ്മുക, മനുഷ്യ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ദിനം മുതൽ, പ്രസവിച്ച സെക്കൻഡ് മുതൽ നിന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ഓർമ്മയുടെ കൗണ്ട് ഡൗൺ തുടങ്ങി, മോൾക്കല്ല താഴോട്ട് കുറഞ്ഞു വരികയാണ്. ഇവിടെ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വചനങ്ങളിലൂടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ചിന്തിക്കേണ്ടതുണ്ട്. എന്താ പറഞ്ഞത്? ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ ലോകം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞത്. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഖബർ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആലോചിക്കണം. ശുദ്ധമായ മനസ്സുമായി നിറഞ്ഞ ചിന്തകളുമായിട്ടാണ് ഈ വിഷയം കേൾക്കേണ്ടത്. അശ്രദ്ധമായി കേട്ടാൽ ഒരിക്കലും തന്നെ ഇതിന് ഫലമുണ്ടാവില്ല. ശ്രദ്ധയോടെ നമ്മുടെ നേട്ടത്തിന് വേണ്ടി ആയിരിക്കണം ഓരോരുത്തരും ഇത് കേൾക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത്? ഓരോ ദിവസം കഴിയുമ്പോൾ നിന്റെ ലോകം നഷ്ടപ്പെടുന്നു, ഓരോ ദിവസം കഴിയുമ്പോൾ നിന്റെ ഖബർ അടുത്തു വരുന്നു, ഓരോ ദിവസം കഴിയുമ്പോഴും നിന്റെ പല ദിവസങ്ങളും നിനക്ക് നഷ്ടപ്പെടുന്നു, ഓരോ ദിവസം കഴിയുമ്പോഴും നിന്നെ പ്രസവിച്ച ദിനം മുതൽ നിന്റെ ആയുഷിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഒന്ന്, നമ്മുടെ സുഖങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സുഖം എവിടെയാണ്? ഈ ലോകത്താണ് നമ്മുടെ സുഖങ്ങൾ അല്ലെ? കുടുംബം എവിടെയാണ്? വീട് എവിടെയാണ്? നമ്മുടെ ജോലി എവിടെയാണ്? നമ്മുടെ ഭർത്താവ്, മക്കൾ ഒക്കെ എവിടെയാണ്? നമ്മുടെ ഭാര്യമാർ ഒക്കെ എവിടെയാണ്? ഇതൊക്കെ നഷ്ടപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആയുസ്സും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ജീവിതവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരികയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് സന്തോഷങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വരും, ഒരു ഭാഗത്ത് സന്തോഷം, വീടുണ്ടാക്കി, നല്ലൊരു ജോലി കിട്ടി, കുടുംബമായി, മക്കളായി ഇങ്ങനെ ഉണ്ടാക്കി വരുന്നു. മറ്റൊരു ഭാഗത്ത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സന്തോഷം, നമ്മുടെ സുഖങ്ങൾ, നമ്മുടെ ആയുസ് എല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നും കൂടി ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, അടിഭാഗം നിറച്ച് ഓട്ടങ്ങളുള്ള ഒരു പാത്രത്തിലാണ് രാവിലെ മുതൽ നമ്മൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. അടിഭാഗം ഓട്ടയായ ഒരു പാത്രത്തിൽ രാവിലെ മുതൽ വെള്ളം കോരിയ, വൈകുന്നേരം നോക്കിയാലും ആ പാത്രത്തിന് വെള്ളം കാണില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ? ഇവിടെ നാം ആലോചിച്ചു നോക്കുക. നമുക്ക് ഈ ലോകത്ത് നമ്മുടെ ഈ സുഖങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ സൗഖ്യങ്ങളും ഇവിടുത്തെ സമ്പത്തുമൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണ്. അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വലിയ സങ്കടം. ശരിയല്ലേ?
നമുക്ക് ഈ ലോകത്ത് സമ്പത്തുണ്ട്. ആ സമ്പത്ത് സാധാരണ കിട്ടുന്ന ഒരു ശമ്പളം. അതിന് കുറച്ചുകൂടി കുറഞ്ഞാൽ നമ്മുടെ മനസ്സെന്താ തോന്നുക? ഈ മാസം കുറഞ്ഞു പോയില്ല. നമുക്ക് സങ്കടം. നമ്മുടെ സമ്പത്ത് കുറയുമ്പോൾ, നമ്മുടെ സുഖങ്ങൾ കുറയുമ്പോൾ, നമ്മുടെ സന്തോഷം കുറയുമ്പോൾ നമ്മുടെ മനസ്സിലില്ലാതെ അതിനകത്തൊരു സങ്കടം. അപ്പൊ നമ്മുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെടുമ്പോൾ, സുഖങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. ഇപ്പോ ഒരു ചെറിയ ഉദാഹരണം, എളുപ്പമുള്ള ഉമ്മാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയുന്നു. ഇപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗിക്കാവുന്ന ഒരു നിത്യോപയോഗ സാധനം, വീട്ടിലെ എന്നും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു നിത്യോപയോഗ സാധനം എന്ത് ചെയ്തു? നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്, എന്നും ഉപയോഗിക്കുന്ന സാധനം, നിങ്ങൾക്ക് ഉപകാരമുള്ള സാധനം. ആ സാധനം എന്ത് ചെയ്തു? പെട്ടെന്ന് കേടുവന്നു പോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, കളർന്നു പോയി, എന്തെങ്കിലും രൂപത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ എന്ത് പറയും? എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ആ സാധനം ഉണ്ടായിരുന്നില്ല, അതുണ്ടാവില്ല, അതുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നിങ്ങൾ എടുത്തു പറയും. അതിന്റെ അർത്ഥം ആ നഷ്ടപ്പെട്ടതിനുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. വിശ്വാസികളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ഉദാഹരണം പറഞ്ഞ ഇതേപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ആലോചിക്കുക. സുബ്ഹാനല്ലാഹ്, എന്നെ ചിന്തിക്കാത്തത് സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കുന്ന മനുഷ്യ, ഒന്ന് ചിന്തിക്ക്. നിന്റെ ആയുസ് നഷ്ടപ്പെടുന്നു, അതിനവന് ദുഃഖമില്ല. സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞു, മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞു. പക്ഷെ എന്റെ ആയുസ്, എന്റെ ജീവിതം എനിക്കിതാ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിൽ നമുക്ക് സങ്കടമില്ല. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടത് നമ്മുടെ ആയുസിനെ കുറിച്ചാണ്, നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് കൂടുതൽ ആലോചിക്കേണ്ടത്. നമ്മൾ ആലോചിക്കുന്നില്ലയോ? അല്ലെ? ഓരോ ദിവസം കഴിയുമ്പോൾ മരണങ്ങളെ അവിടെ നിന്റെ കബർദ വന്നു, അടുത്തെത്തി, നീ എന്താ ആലോചിക്കാത്തത്? അപ്പൊ നമ്മുടെ മനസ്സിനെ കൃത്യമായി പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ട സമയം അധികരിച്ചു. എന്തിനാ? എന്ത് ചിന്തയാ? ഞാൻ മരിക്കും, എന്റെ മരണം ഇതാ അടുത്തെത്തിയിരിക്കുന്നു എന്ന ചിന്തയാൽ നമ്മുടെ മനസ്സിനെ ഒന്നിങ്ങനെ പാകപ്പെടുത്തേണ്ട സമയം അധികരിച്ചിരിക്കുന്നു. നമ്മൾ ഓർക്കാറുണ്ട്, നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ ഉറക്കത്തിൽ എഴുന്നേൽക്കും, എന്താണ് നമ്മൾ കൂടുതൽ ആലോചിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് ഞാൻ നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താ ആലോചിക്കുക? ഇന്ന് എന്ത് ഭക്ഷണം കഴിക്കുക, അല്ലേ? പിന്നെ ഇന്നത്തെ വസ്ത്രം ഏതാ, ഇന്ന് ഏത് വസ്ത്രം ധരിക്കും? പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, എങ്ങനെയെങ്കിലൊക്കെ ജോലി തീർത്തൊന്ന് വിശ്രമിക്കണം, ഒന്ന് കടക്കണം, റെസ്റ്റ് എടുക്കണം. ഈ 3 കാര്യമല്ലേ രാവിലെ നീച്ചണം ഞാൻ നിങ്ങളെ ആലോചിക്കാറുള്ളത്, അല്ലേ? ഇവിടെ ഒരു മറുപടി നാം കണ്ടെത്തേണ്ടതുണ്ട്. എന്താ? എന്ത് കഴിക്കും? ഇന്ന് എന്താ ഭക്ഷണം ഉണ്ടാക്കുക? എന്തുണ്ടാക്കിയാലും മതിയാകും. ബിരിയാണി ഉണ്ടാക്കണം, നെയ്ച്ചോറുണ്ടാക്കണോ, എന്താ കോഴിക്കറിയോ പച്ചക്കറിയോ ഒന്നും പറ്റുന്നില്ല, എന്നും അതാ ചിന്ത. എന്ത് കഴിക്കും? അതിന് എന്നും ഉത്തരം കാണണം. നമ്മൾ ഓരോ ദിവസം രാവിലെയും എന്നെ മരണം ഭക്ഷിക്കും ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അങ്ങനെ ചിന്തിക്കണം. അതിന് ഉത്തരം കൊടുത്തിരിക്കണം നമ്മൾ. ഞാൻ എന്ത് ധരിക്കും? ഏത് ഡ്രസ് ഇട്ടാലും മതിയാവില്ല. അത് നരിച്ചിരിക്കുന്നു, അത് പോരാ, അതിന്റെ സ്റ്റിച്ച് വിട്ടിരിക്കുന്നു, അതിന് ബട്ടൺ പോയിക്കുന്നു, കുറച്ച് പൊട്ടിയിരിക്കുന്നു, ഏതിട്ടാലും പുതിയാവർക്ക് മതിയാവില്ല. നിങ്ങളെ മാത്രം പറയേണ്ടി കുറ്റം പറഞ്ഞല്ല, അവർക്ക് മതിയാവില്ല. ആലോചിക്കുക, എന്താ നമ്മൾ ധരിക്കേണ്ടത്? എന്റെ വീട്ടുകാർ കഫം പുടവ അണിയിക്കും, എന്റെ മയ്യത്ത് പൊതിയാനുള്ള വസ്ത്രം എന്നെ പൊതിയിക്കും. അതിന് ഉത്തരം കാണണം. ഓരോ ദിവസം രാവിലെ എവിടെ കടക്കും, എവിടെ വിശ്രമിക്കും? ഇന്ന് രാത്രി ഞാൻ എന്റെ കബറിൽ ഞാൻ വിശ്രമിക്കും. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? രാവിലെ? എങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് വളർന്നു വരാൻ കഴിയും. ഒരു സ്ത്രീ പൂർവ്വകാലത്ത് അള്ളാഹുവിനെ നന്നായി ആരാധിച്ചിരുന്ന, അതിൽ യാതൊരു മുടക്കവും വരാത്ത നല്ല ഒരു സ്ത്രീ. ആ സ്ത്രീ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയണം. ആ സ്ത്രീയുടെ മനസ്സിനെ പാകപ്പെടുത്തു, തല്ലി പദം വരുത്തു. നോക്കി എന്താ പറയുന്നത്? ഇദാ അസ്ബഹത്
മനസ്സേ ഹാദലും സാഹിദീനി, നീ എന്നെ ഇന്നൊന്ന് സഹായിക്കണം, ഇന്ന് നീ എന്നെ സഹായിക്കണം. കാരണം എന്താ? ലാ തറയിന്ന ബയാദ യൗമിൻ അബദാ. ദാ ഇന്ന് രാവിലത്തെ ഈ പകൽ വെളിച്ചം നിനക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇനിയൊരു പകലിന്റെ വെളിച്ചവും നീ കാണില്ല, ഇനിയൊരു പകൽ വെളിച്ചവും നീ കാണില്ല മനസ്സേ. അതുകൊണ്ട് ഈ പകൽ വെളിച്ചം എന്റെ അവസാനത്തതാണ് മനസ്സേ, നിന്റെ അവസാനത്തെ പകൽ വെളിച്ചമാണ്. ഇനിയൊരു പകൽ വെളിച്ചം നീ കാണില്ല കേട്ടോ. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. എന്തിനു സഹായിക്കണം? നന്മകൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, തിന്മകൾ വരാതിരിക്കാനൊക്കെ ഇന്ന് രാവിലെ നീ എന്നെ സഹായിക്കണം കേട്ടോ എന്നാണ് ഈ സ്ത്രീ ആ സ്ത്രീയുടെ മനസ്സിനോട് പറയുന്നത്. അങ്ങനെ വൈകുന്നേരം വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ സ്ത്രീ ഇങ്ങനെ ആലോചിച്ചിട്ട് നന്മകൾ ചെയ്യും. ഞാൻ കഴിഞ്ഞു, സൂര്യൻ അസ്തമിച്ച ഞാൻ ചിലപ്പോൾ മരിക്കും, ഈ പകല് മരിക്കും എന്ന് ചിന്തിച്ച് നന്മകൾ ചെയ്ത് ആ ജീവിതം ധന്യമാക്കി അമൽ സ്വാലിഹാത്തുകൾ കൊണ്ട്. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു, രാവിലെ ഇരുള് വീഴാൻ തുടങ്ങി. അപ്പോഴോ ആ സ്ത്രീ എന്താ പറയുക? മനസ്സിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ആ സ്ത്രീ അതാ പറയുന്നു, രാത്രിയായ പറയത്രേ, മനസ്സേ ഈ രാത്രി നീ എന്നെ സഹായിക്കണം കേട്ടോ, ഈ രാത്രി നീ എന്നെ സഹായിക്കണം. കാരണം എന്താ? ഇനി ഒരു രാവിലെ ഇരുളും നിനക്ക് കാണാൻ പറ്റില്ല. നിന്റെ അവസാനത്തെ രാത്രിയാണ്, നിന്റെ അവസാനത്തെ ഈ നാളെ രാത്രി നീ നിന്റെ കബറിലാകും. ഇനി ഒരു ഇരുട്ട് നിനക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്നൊന്ന് നീ സഹായിക്കണം എന്ന് മനസ്സിനോട് അപേക്ഷിക്കുന്നു, മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. എത്ര ദിവസം വരെ പറഞ്ഞറിയോ? എത്ര ദിവസം? ഒരു ദിവസം നമ്മൾ പറയും, പിന്നൊരു ദിവസം ചിലപ്പോൾ കേട്ടാൽ അങ്ങനത്തെ തോന്നും. ഈ സ്ത്രീയോ മരിക്കുന്നത് വരെയും ആലോചിക്കും, മരിക്കുന്നത് വരെയും രാവിലെ വൈകുന്നേരം ഇത് പറയലാണ്. മനസ്സിനോട് ഇങ്ങനെ പറയും, മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കും. ആലോചിച്ചു നോക്കുക, ആലോചിച്ചു നോക്കുക. ഈ സ്ത്രീ എന്താണ് ചെയ്തത്? ആ സ്ത്രീയുടെ മനസ്സിനെ ഞാൻ